ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാണ്ടറിഞ്ചു പ്ലാന്റ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു പ്ലാന്റ് തന്നെ 3 രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു നെറ്റ് ആവശ്യമാണ്. നെറ്റ് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡെല്ലാം കൂടെ തയ്ക്കുന്ന നൂല് യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുവഴി മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ ഈ കാണുന്ന മുകൾ ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് കാണാം. അതിനായിട്ടിപ്പോൾ ഞാൻ നല്ല വിസ്താരമുള്ളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടിക്കുള്ളിൽ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് നടുന്നതെന്ന് കാണാം. ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ പ്ലാന്റ്സ് എല്ലാം നട്ടു കൊടുക്കാം. ഫുള്ള് ഫില്ല് ചെയ്ത് നടണം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. എന്നാലും ഇത് വല്ലാതെ പടർന്ന് വളരുന്ന കാരണം നിലത്തെങ്ങും നടാൻ പറ്റില്ല. അത് കാരണം പലരും ഇത് കുപ്പയിലേക്കൊക്കെ പറിച്ച് കളയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരു നെറ്റും മണ്ണും പിന്നെ ഒരു പോട്ടും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് തരണേ. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ പ്ലാന്റ് വെക്കാം. നമ്മുടെ ഗാർഡനിൽ എവിടെ വേണേലും വെക്കാം. രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ വെയിലത്ത് വെക്കുന്തോറും ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം കൂടിയൊക്കെ വരും നന്നായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ വളമായിട്ട് ചാണകവെള്ളം ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ മറ്റ് വളങ്ങളൊന്നും നമ്മൾ നടുന്ന സമയത്തൊന്നും ഇതിന് യൂസ് ചെയ്തിട്ടില്ല. ഇതേപോലെ നന്നായിട്ട് വളർന്നു വരും. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് കാണാം.